സോഷ്യൽ മീഡിയ നിറഞ്ഞു നിന്നതാണ് ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാൽ വിവാഹ വാർത്ത. ഏറെ വിമർശനങ്ങളും എന്നാൽ അതിലേറെ കയ്യടിയും അവരുടെ വിവാഹം നേടുകയുണ്ടായി. തന്റെ മക്കളെ ഉപേക്ഷിച്ചു പോകാൻ ആകാത്തത് കൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയാണ് താൻ ജീവിച്ചത് എന്നാണ് ദിവ്യ ശ്രീധർ ഓരോ അഭിമുഖങ്ങളിലും പറയുന്നത്. ഇരുവരും സീരിയലുകളുമായും ടെലിവിഷൻ ഷോകളുമായും യൂട്യൂബ് വ്ലോഗിങ്ങും എല്ലാമായി സജീവമാണ്. തങ്ങളുടെ ജീവിതം ഒരു മറയുമില്ലാതെ പ്രേക്ഷകരോട് പങ്കുവെക്കാറുമുണ്ട്. എന്നാൽ അടുത്തിടെ ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും പിരിഞ്ഞു എന്നുള്ള കുപ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളാണെന്നും ക്രിസ് ദിവ്യയെ ഉപദ്രവിച്ചു എന്നുള്ള കണ്ടെത്തലുകളുമായും യൂട്യൂബേഴ്സ് എത്തിയിരുന്നു. എന്നാൽ ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നും എന്തിനാണ് ഇല്ലാത്ത വാർത്ത പടച്ചുവിടുന്നത് എന്നുമായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ഫേസ്ബുക്കിലും യൂട്യൂബ് വീഡിയോയിലുമായാണ് ദിവ്യ പ്രതികരിച്ചത്. പനിയൊക്കെയായി മരുന്നൊക്കെ കഴിച്ച് ഉറങ്ങുകയായിരുന്നു. അതിനിടയിൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിരുന്നു. എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. തിരിച്ചു വിളിച്ചപ്പോഴാണ് ദിവ്യ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചത്. ഞാനൊരു റീൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതേക്കുറിച്ച് പറഞ്ഞ് രാജ് ടോക്ക് എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചത് രാജ് ടോക്സിന്റെ മുതലാളി കണ്ടോ? ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലേ? എന്റെ നെറ്റിയിൽ എവിടെയാണ് പാട്? എന്റെ നെറ്റിയിലോ മുഖത്തോ ശരീരത്തിലോ ഒരു പാടുമില്ല. ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇതുവരെ എന്നെ തല്ലിയിട്ടോ ദ്രോഹിച്ചിട്ടോ ഇല്ല. ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കാൻ ആരാണ് ലൈസൻസ് തന്നത്? ക്രിസ് വേണുഗോപാലും ദിവ്യയും എന്തു ചെയ്യുന്നു എന്ന് നോക്കുന്നത് എന്തിനാണ്? ദിവ്യ ശ്രീധരന്റെ ലൈഫ് പൊട്ടിപ്പോയോ? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാഞ്ഞിട്ട് കിടക്കപ്പുറതിയില്ല. ഒറിജിനൽ മുറിവാണെന്നാണ് ഇവർ പറയുന്നത്. ഒന്ന് വന്ന് നോക്ക്. ധീര എന്ന് പറയുന്ന വെബ് സീരീസിന്റെ മേക്കപ്പ് ചെയ്ത മുരുകൻ ചേട്ടന് ഒത്തിരി താങ്ക്സ്. അതിന് ഒറിജിനാലിറ്റി കൊണ്ടുവന്നതിന്. വെബ് സീരീസിൽ എനിക്ക് ആക്സിഡന്റ് പറ്റുന്ന രംഗമുണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു മേക്കപ്പ്. അതുകൂടാതെ ഞാൻ വേഷങ്ങൾ ജന്മങ്ങൾ പാട്ട് വെച്ച് റീൽ ചെയ്തിരുന്നു. വേണ്ടാത്ത രീതിയിൽ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മാസവരുമാനത്തിന് വേണ്ടി ഇല്ലാത്തത് പറയാൻ നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നത്? ഞാനൊരു സ്റ്റോറി ഇട്ടാൽ എൻ്റെ ലൈഫ് ചിന്നിച്ചിതറി എന്നാണോ? അന്നത്തിന് വേണ്ടി നമ്മളുടെ ജീവിതമല്ല എടുത്തു കളിക്കേണ്ടത്. ഞങ്ങളുടെ പിറകെ ആരും വരണ്ട. ചാനൽ ഞങ്ങൾ പൂട്ടിക്കും. അറിയാത്ത കഥകൾ എഴുതണ്ട. ഞങ്ങൾക്കിടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. നിങ്ങളായിട്ടിനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയില്ല എന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. ഞാനൊരു റീൽ പോസ്റ്റ് ചെയ്തു, അതാണ് വിഷയം എന്നായിരുന്നു ദിവ്യയുടെ മറുപടി. നിങ്ങളുടെ ജീവിതം എന്തിനാണ് പബ്ലിക്കാക്കി വെക്കുന്നത്? അത് സ്വകാര്യമായി വെക്കുന്നതല്ലേ നല്ലത്? എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ മൈൻഡ് ചെയ്യുന്നത്? സന്തോഷത്തോടെ ജീവിച്ച് കാണിച്ചാൽ പോരെയെന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് തലപൊട്ടിയും മൂക്കുപൊട്ടിയതും വീഡിയോ ഇടുന്നത്? അപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെന്നായിരുന്നു വേറൊരു കമന്റ്. ഞാൻ വൈറലാകാൻ ഇട്ടതാണെന്ന് സ്വയം തീരുമാനിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞോ ഇത് വൈറലാക്കാൻ ചെയ്തതാണെന്ന്? എൻ്റെ ഫോണിൽ ഞാൻ എനിക്കിഷ്ടമുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൽ വേണ്ടാത്ത കാര്യം കണ്ടുപിടിക്കാൻ നിൽക്കല്ലേ. എനിക്കിനിയും വൈറലാക്കാൻ ഉണ്ടത്രയോ കഷ്ടം. ഈ വീഡിയോ ഇട്ടിട്ട് വേണോ വൈറലാകാൻ? കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എയറിൽ ഇട്ടതല്ലേ എന്നായിരുന്നു ദിവ്യയുടെ ചോദ്യം.